ഇങ്ങനെ വന്നവരാ ഇതിന്റെ പുറത്തേക്കണേ. ഇവരെ കണ്ടാല് ചീത്ത വിളിക്കാൻ തോന്നുന്നു ആർക്കായാലും. അവരെയൊന്ന് പിടിച്ചോണ്ട് പോയി. സാഗറിനെ കണ്ട, അവന്റെ ഒരു വേഷം കണ്ടോ? നിക്കറ്, അവന്റെ ഒരു അപ്പി ഷൂസ്, കാലില് ഫുള്ള് വട്ടച്ചൊറി, മുഖത്ത് ഒരു അപ്പി മാസ്ക്. ആരായാലും ചീത്ത വിളിക്കും. സാഗറെ ഇങ്ങോട്ടാ. ബ്രോ എന്റെ മകന് സമ്മാനം ഉണ്ട്, എടുക്കണേ. ഇതൊന്ന് വാങ്ങണേ, ഇതൊന്ന് വാങ്ങണേ. എന്റെ ഒരു സ്നേഹ സമ്മാനമായിട്ട് കൂട്ടിക്കുക. അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ തന്നു വിട്ടതാണ്, നിങ്ങളെ കൂട്ടത്തിലെ കുറച്ച് ആൾക്കാര്. അത് തിരിച്ചു തരാൻ വേണ്ടി, അത് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ എനിക്ക് തോന്നി കണ്ടപ്പോ, അതുകൊണ്ട് തരാൻ വേണ്ടി തിരിച്ചു തന്ന സാധനം തിരിച്ചു തരാൻ പാടില്ലെന്നാണ്. പണിയല്ലായിരുന്ന കഴിഞ്ഞ ദിവസം നിന്റെ ഗ്യാങ്ങിലുള്ള രണ്ടുപേരെ നമ്മളവിടെ വന്നായിരുന്നു. അപ്പൊ വാർക്കപ്പണിയല്ലായിരുന്ന? അതൊക്കെ കഴിഞ്ഞ ഇല്ലീഗലിന്റെ പണിയൊക്കെ കഴിഞ്ഞ. ഇല്ലീഗൽ കഴിഞ്ഞ പിന്നെ ഒരു വാർക്കപ്പണിക്ക് കൊണ്ടായില്ല, അത് കഴിഞ്ഞ മച്ചാനെ സിറ്റുവേഷൻ എന്തായിരുന്നു പറഞ്ഞു കേക്കട്ടെ. കൂട്ടത്തിലുള്ള 2-3 പേര് മുതുക്കിന്ന് നമ്മളെ കുറിച്ച് അപവാദം പറഞ്ഞു. എന്താ പറഞ്ഞേ? അതെന്തോ പറഞ്ഞ അപവാദം പറഞ്ഞു. നിനക്കൊക്കെ പൊള്ളിയോ? വെല്ലോനും വിട്ട വളിയൊക്കെ പിടിക്കാ. നാണുണ്ടോ? സ്വന്തമായിട്ട് വല്ലതും കേട്ടിട്ട് പാടാ. സ്വന്തമായിട്ട് വല്ലതും കേട്ടിട്ട് പാടാ. പൊട്ട സ്വന്തമായിട്ട് വല്ലതും കേട്ടിട്ട് പാടാ. ചങ്ങലക്ക് ഇട്ടേക്കണവനെ സ്വന്തമായിട്ട് വല്ലതും കേട്ടിട്ട് വരാൻ കുടുംബശ്രീ ഏറ്റുപിടിച്ച് തരാൻ നാണോണ്ടാ. നിന്റെ പേരെന്താ? സാഗര എന്താണെങ്കിൽ, അതായത് നീ പ്രീവാറ് മറ്റേ മെഴുകിയിട്ട് വന്ന് നിക്കുക. നീ അയലോക്ക കഥ പറയണ്ടേ? നീ ഉള്ള കാര്യം മലരെ ഇവിടെ വെച്ച് പിടിക്കാനും പറ്റത്തില്ലല്ലോ. പറയണ നീ ഒരു മണിക്ക് സിറ്റുവേഷൻ പറ. കേട്ടില്ല. സാഗറെ എൽസിയുടെ എടുത്ത് മാറ്റി വെച്ചേക്ക. ഈ സാമാനത്തിന്റെ അടുത്താണ് ഇടിക്കാനും പറ്റത്തില്ല, അതാണ് പ്രശ്നം. ചങ്ങലക്കിട്ട പട്ടി കുഴപ്പമില്ല. അടുത്ത ആളെ വിളിക്കാം. കിക്കയില്ലേ സാഗര? ഇനി ആ സാമാനം അത്രേ ഉള്ളൂ. ജോണി അടുത്ത ആളെ വിളിക്കാം. ഒരു സെക്കൻഡ്. എടാ ഇതിന്റെ പുറത്ത് ആരാ നിക്കുന്നേ? ആരൊക്കെയാ പുറത്ത് നിക്കുന്നേ? ഒന്ന് പറഞ്ഞേ, വേഗം പറ. ഒരാൾക്ക് വരാം. അടുത്ത ഒരാൾക്ക് വരാം. നെക്സ്റ്റ് ആരെങ്കിലും ഒരാള് ഒറ്റ ഒരാള്. എടാ ഒരാൾക്കേ പറ്റത്തുള്ളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആള് തിരിച്ചു വെക്കോ. അടുത്ത ആള് തിരിച്ചു വെക്കോ. ഓക്കെ, 5 പേരെ നമ്മള് കേട്ടില്ലേ? പറയാം ബ്രോ, അത് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴല്ലേ നിങ്ങള് സാഗര സമ്മതിക്കുന്നില്ല. നിങ്ങളൊന്നും അങ്ങോട്ട് മാറിക്കോ, സംസാരിച്ചിട്ട് പറയാം. അല്ല, അവന് സിറ്റുവേഷൻ പറയാൻ പോണെന്ന് അറിയിച്ചു. ബൗ പറഞ്ഞു, അത് പറയിപ്പിക്കണം അവനെ കൊണ്ട്. അതാണ് അതാ പറഞ്ഞു. ഞാൻ ചോദിച്ചത് അവിടുന്ന്. അപ്പൊ അവര് പറഞ്ഞ് അത് ഞങ്ങളെ ലീഡർ പറഞ്ഞതാണ്. ലീഡറിന് എല്ലാവർക്കും അറിയാം, അതെല്ലാവർക്കും അറിയാം. ഞങ്ങളെ ലീഡറെ പറയുന്നത്. അവിടെ 4 പേരേ ഉള്ളൂ. 4 പേരേ ഉള്ളൂ. ഇവിടെ തെറി പറയരുത്, ആവശ്യമില്ല പറഞ്ഞാൽ നിർത്തിക്കൂ കേട്ടോ.
Yes, ഇത്ര yes. മതിയിട്ട് സാഗറിനെ കൊണ്ടുവന്ന ഇതിനാ. അവന്മാര് വലിക്കുകയാണെങ്കിൽ വലിക്കട്ടെ, അവൻ എന്തെങ്കിലും മറ്റേ തെറി വിളിച്ചിട്ടുണ്ടെങ്കിലും സീനില്ല, അതിനു വേണ്ടി തന്നെ അവനെ കൊണ്ടുവന്നെ. ഡ്രേക്കിനെ പറ്റത്തില്ല, കാരണം എന്താ ഡ്രേക്ക് 6 കളിക്കാനുണ്ട്. ആ ഓക്കെ എടാ ഇപ്പൊ സാഗറില്ലേ, ഇനി മാന്യായിട്ട് അറിയില്ല ഞാൻ നോക്കട്ടെ. പറഞ്ഞോ അതായത് ഞാൻ മുതുക്കി നിൽക്കായിരുന്നു. ഞാൻ മുതുക്കി നിന്നപ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ നിന്ന് KVS സാത്താനോ ആരോ ഒരാൾ അവിടെ വന്നായിരുന്നു, മുതുക്കി വന്നായിരുന്നു. ആദ്യം എന്റെ അടുത്ത് എനിക്ക് സംസാരിച്ചിട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രിഗറിംഗ് ആയിട്ട് കുറെ സംസാരിച്ചു. എന്റെ പേര് പറഞ്ഞിട്ട് കുറെ റാംബോ എന്നൊക്കെ പറഞ്ഞ് കുറെ ട്രിഗർ ആയിട്ട് റാംബോ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് വാസ്കോ അല്ല, റാംബോ എന്ന് പറഞ്ഞ എന്ത് ട്രിഗർ? റാംബോ പേര് പറഞ്ഞ ട്രിഗർ എന്താണ് സംഭവം? റാംബോ എന്തോ പട്ടി എന്നുള്ള രീതിയിൽ. റാംബോ പട്ടിയാണോ? റാംബോ പട്ടിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലീഡർ ലോയലാണോ? നമ്മള് ട്രിഗർ ആയിട്ടില്ലല്ലോ. രണ്ട് ഗാങ്സിനോട് പറഞ്ഞ് രണ്ട് ഗാങ്സിനോട് ഞങ്ങളിപ്പോ പ്രീവാർ ഡൗൺ ആയി. അല്ലല്ല ബ്രോ, അതല്ല സിറ്റുവേഷൻ പറയാതെ എങ്ങോട്ടാ പോകുന്നത്? സിറ്റുവേഷൻ പറയാം. നമ്മളിവിടെ ഇല്ലേ, സംസാരിക്കല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ മാക്ക് വന്ന് കൊടുക്കേണ്ട ഒരു കാര്യമല്ല. അവൻ ആരവൻ ഇത്ര നേരം ദൈവത്തിനോട് സംസാരിക്കണം. അവ ഈ ഗ്യാങ്ങിലെ കഴിവുള്ള പയ്യനാ, നിന്നെ പോലെയൊന്നും അല്ല. രണ്ട് ആക്സിഡന്റ് രണ്ട് സൈഡിലേക്ക് മാറ്റി, രണ്ട് സൈഡ് മാറ്റി. നമുക്ക് മാറി കൊടുക്കാം. നമുക്ക് മാറി കൊടുക്കാം. ഇതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ദൈവം പറഞ്ഞ കേൾക്കാതെ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കും, ഇവൻ മൊയൽ എന്ന് പറയുന്നത് നമ്മുടെ മൊയൽ ജോഡിനെയാണോ? ഒരു മിനിറ്റ്, മൊയൽ ഏതാ മൊയലും ഏതാ മുതലാളി എന്ന് വിളിക്കുന്നത് അവനപ്പം? ജോണിമാമ ഒരു സെക്കൻഡ്, ഈ മലരൻ സാഗറി നിന്റെ ഹെഡ്സെറ്റും പറഞ്ഞൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇത് സേഫ് സോണാ. മര്യാദക്ക് ഇവിടെ നിന്ന് നീ ഇനി മിണ്ടണ്ട. നീ അല്ല ഇനി മിണ്ടണ്ട. ഇനി നമുക്ക് വാറിലോട്ട് കിടക്കാം. ശ്രദ്ധിച്ചേ, ഇവൻ മൊയൽ സിറ്റുവേഷൻ പറയട്ടെ. ഈ കണ്ടവര് പറഞ്ഞെന്നും പറഞ്ഞ് എന്ത് സിറ്റുവേഷൻ എടുക്കുന്നത്? ഇത് എന്ത് സംഭവമാണിത്? അല്ല വേറൊരു കാര്യം, അവന്റെ പറയുന്ന സിറ്റുവേഷൻ പറയട്ടെ. ഞാൻ വേറൊരു കാര്യം സംശയം ചോദിച്ചിട്ടേ, ഇവൻ മൊയൽ എന്ന് പറയുന്നത് മൊയൽ ജോഡിനെ? ഒരു സെക്കൻഡ്, വാർച്ചാറ്റ് കേൾക്കുന്നുണ്ടോ? നമ്മുടെ സൈഡിൽ നിന്ന് വാർച്ചാറ്റ് ഒന്ന് ഒഴിവാക്കി. ഇവിടെ മീറ്റിംഗ് നടക്കുക. നിങ്ങൾ വാർച്ചാറ്റ് ഇടണ്ട. ഒരു കാര്യം പറയാം, പിന്നെ പറയിപ്പിക്കരുത്. വാർച്ചാറ്റിടല്ലേ? വാറിന്റെ കാര്യത്തിന് അവൻ സിറ്റുവേഷൻ പറയാണ്ട് വാർ വിളിക്കത്തില്ല. അല്ലടാ, അവൻ കിക്കടാണ്. കണ്ണിൽ എന്താ അപ്പിയാണോ? മോനെ ശരിയായവരാത് ബ്രോ, ശരിയായവരാത്. രണ്ടാമതൊന്ന് മാസം ഇറക്കാൻ നോക്കിയതാ സ്പോട്ട് കേൾക്കുന്നത്. സാഗര നീ അടങ്ങി നിൽക്കേ. നീ ഒന്ന് അടങ്ങി നിൽക്കും. മതി ഇനിയും ഒന്നും ചെയ്യല്ലേ, ഇനിയൊന്നും പറയല്ലേ. സിറ്റുവേഷൻ പറയട്ടെ. സിറ്റുവേഷൻ പറഞ്ഞിട്ട് വാറോ പറയില്ല. സിറ്റുവേഷനില് എന്താ കേട്ടെ, എവിടെ കേട്ടെ, എങ്ങനെ കേട്ടെ, അത് ക്ലിയർ ആയിട്ട് കേൾക്കാവോ? മീറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് മീറ്റിംഗിനെ കുറിച്ച് അല്ല, ഈ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കണം. അതല്ലാതെ ട്രിഗർ ആക്കാനല്ല. നിങ്ങൾക്ക് ഒരു സിറ്റുവേഷന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, പക്ഷെ അതിനെ കുറിച്ചിട്ട് ട്രിഗർ ആക്കലുണ്ട്. സാഗർ സംസാരിക്കുന്ന രീതിക്കല്ല ചെയ്യേണ്ടത്. സാഗർ മാറി കഴിഞ്ഞിട്ട് മാസ്ക് ചോദിച്ചു, സഹോദര സിറ്റുവേഷൻ ഒന്നും പറയൂ എന്ന് പറഞ്ഞപ്പോ അവൻ സൗകര്യം ഇല്ലെന്നൊരുത്തം പറഞ്ഞായിരുന്നു. അത് നമ്മൾ ഇറങ്ങി സംസാരിച്ചല്ലോ. നമ്മൾ ഇറങ്ങി അതായത് ഞാൻ സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞാനും ആ റാംബോ ആണ്.
അവനോട് സിറ്റുവേഷൻ ചോദിക്കുമ്പോ ഈ ബാക്കിയുള്ള കണ്ടിയോട് ആ ഷെയ്ക്കിനോടും മറ്റേ മിന്നൽ മാക്ക് കണ്ടിയോട് അവനൊക്കെ സംസാരിക്കാൻ കാര്യമല്ല. നമ്മളോട് സംസാരിക്കുമ്പോ അതിന്റേതായ സംസാരിക്കാം. ഒരു കാര്യം പറയട്ടെ, ഈ സിറ്റുവേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണല്ലോ നമ്മൾ ഇവിടെ വന്ന് മീറ്റിംഗ് ഏരിയ. അതെ, ജസ്റ്റ് വാറെന്ന് പറയാനല്ലോ. അപ്പം ഈ വൈലോക്കത്ത് കൂടി പോയവൻ കണ്ടു അത് പറഞ്ഞു എന്നും പറഞ്ഞ് സിറ്റുവേഷൻ പിടിക്കാൻ പറ്റില്ലല്ലോ. പ്രോപ്പർ ആയിട്ട് റീസൺ വേണ്ടേ സിറ്റുവേഷൻ പിടിക്കാൻ? അത് പറയുന്നില്ല. പ്രോപ്പർ റീസൺ പറയുന്നില്ല. 1 മണിക്ക് വാറ് 1 മണിക്ക് വേറെ വേണേ വന്നടി, ഇതാണ് പറയണത്. പിന്നെ നമ്മളെങ്ങനെ കേട്ടോണ്ടിരിക്കണേ? അല്ല ക്ലാരിഫിക്കേഷൻ സിറ്റുവേഷൻ ക്ലാരിറ്റി ഇല്ല. അത് അറിയത്തില്ലായിരുന്നു ദിൽമാനെ, അതൊക്കെ അറിയണ്ടേ? പോയി അന്വേഷിച്ചിട്ട് ബാക്കിയൊക്കെ പുറത്ത് അങ്ങനത്തെ മീറ്റിംഗ് അതല്ല ഞാൻ പറയുന്നത് സിറ്റുവേഷൻ ക്ലാരിറ്റി ഇല്ല, അത്രേ ഉള്ളൂ. അതായത് അവൻ സിറ്റുവേഷൻ ക്ലാരിറ്റി ആയിട്ട് പറയുന്നില്ല, അത്ര പറയുന്നു. മനസ്സിലായോ? ഞാൻ അതാ പറയുന്നുള്ളൂ. ഇല്ല പാക്കു, ഞങ്ങള് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പാക്കു. നിങ്ങളെ റെസ്പെക്ട് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ല വീണ്ടും പറയാം, കെവിയുടെ ടിവിയുടെ സെർവർ ആക്സിഡന്റ് പോയി ഓഫിക്കോ ദിൽമാനെ അറിയിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നത്. അതാ പറയുന്നില്ല. പാക്കു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ സിറ്റുവേഷൻ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറയാൻ പറയവരോട്. കാര്യം ആരെങ്കിലും മറ്റേ അവിടെ കാണാൻ നിന്ന് കുറച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇനി അടുത്ത ദിവസം എന്തെങ്കിലും വന്ന് പറയാം. അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടി കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ വിചാരം പുള്ളി കുറച്ചു എന്നാ പറയുന്നതാണ്. അവന്റെ വായിന്ന് വന്നിട്ടുണ്ട്, അവര് കേട്ടില്ല. ഇനി ഒറ്റൊരു കേസുള്ളൂ, അവരുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ അത് പ്യുവർ ആയിട്ടുള്ള രീതിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അവർ പറയുന്ന ടൈമിൽ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യിപ്പിക്കട്ടോ. ട്രിഗർ ചെയ്യാൻ പാടില്ല, ട്രിഗർ ചെയ്യാൻ പിന്നെ അഡ്മിൻ സാറിനാണെങ്കിൽ റെസ്പെക്ട് ചെയ്യണം കേട്ടോ. ഞാൻ നിന്റെ അടുത്താ പറയുന്നത്, നിർത്താൻ പറഞ്ഞ നിർത്തണം, മതിയാക്ക്. അതാ പറഞ്ഞ സാമാനം എടുത്ത് വെക്കില്ല. അതാണ് എനിക്ക് എന്റെ കൊണ്ട് തന്നെ, കാരണം നിങ്ങളുടെ കൊണ്ട് എനിക്ക് സാഗർ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞത് എന്റെ കണ്ണിലെന്ന് വെച്ചാല്, ഞാൻ ഇവിടെ ഗാങ് ഹൗസിലേക്ക് പോയിരുന്നു. ഗാങ് ഹൗസിലേക്കുമ്പോ ഒരു സിറ്റിസൺ വന്നിട്ട് പറഞ്ഞു, അവിടെ KVയിലുള്ളവര് നിങ്ങളെ ഗാങ്ങിനെ പറ്റിയും ലീഡറിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം രണ്ടാമത് ഞാൻ ജെറ്റ് ബിൽഡിങ്ങിൽ അതപ്പോ നീ എന്റെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. ഞാൻ പറഞ്ഞ ആള് പറയുന്നത് എനിക്ക് കുറച്ച് അറിയുന്ന ആളായിരുന്നു, ആ രീതിക്ക് ഞാൻ പറഞ്ഞതാണ്. അവനത് സീരിയസ് ആക്കി എടുത്തത് എനിക്ക് അറിഞ്ഞൂടാ. അത് അവൻ സീരിയസ് ആക്കി എടുത്തു, അവൻ സിറ്റുവേഷൻ പറഞ്ഞു. അതെനിക്ക് എനിക്ക് പറയാനുള്ള ഇങ്ങനെയുള്ള കണ്ടികളായിട്ടുള്ള ഇല്ല ഞാൻ നിർത്തി. എനിക്ക് മനസ്സിലായി, ഇത് എല്ലാം കണക്കായിട്ടു. അവിടെ ചെന്നപ്പോഴല്ല അതൊക്കെ ഇറ്റോടാണ് പറയുന്നത്. സിറ്റുവേഷൻ അതാണ്. അല്ലല്ല, ഈ റാമ്പ് സിറ്റുവേഷൻ ഏതപ്പോ നിങ്ങളാരും കേട്ടില്ലെന്നാണ് റാംബോ പറഞ്ഞത്. അപ്പൊ അതെന്താ ഇതിപ്പോ ഇപ്പൊ ബുള്ള് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, റാംബോ വന്നിട്ട് വേറൊരു കാര്യം. സിറ്റിസൺ എന്തോ പറഞ്ഞു, സിറ്റിസൺ പറഞ്ഞതിന്റെ കേസിലാണ് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ആരും കേട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം റാംബോ പറഞ്ഞു. സിറ്റിസൺ വന്ന് പറഞ്ഞല്ലാണ്ട് ഞങ്ങളുടെ വായിന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് റാംബോ പറഞ്ഞത്. നോർമലായിട്ട് സംസാരിക്കും. ഇവിടെ നിന്നിട്ട് ബുള്ളോപ്പി കളിക്കണ്ട, നോർമലായിട്ട് സംസാരിക്കും. ഇപ്പൊ എന്ത് സിറ്റുവേഷൻ ആണ് ഞാൻ എന്റെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതിപ്പോ നമുക്ക് താല്പര്യം. ഒന്നേ കാലിൽ അങ്ങ് വാറടിക്കാൻ പോവാ, അത്രേ ഉള്ളൂ. നീ ഡിമാൻഡ് പറഞ്ഞാ മതി. ഡിമാൻഡല്ല, കാര്യം പറഞ്ഞത്. അവിടെ ലീഡറിനോട് മനസ്സിലാട്ടോ. അതൊക്കെ ലീഡറിനോട് കൂടുതൽ പറഞ്ഞാൽ മതി, ബാക്കിയോട് പറഞ്ഞ തലടിച്ചിരിക്കും.